കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകി. അപ്പീൽ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി മുജിതബയുണ്ട്. മുജിതബ, എന്തൊക്കെയാണ് സർക്കാരിന്റെ ആവശ്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കീം പരീക്ഷാ പട്ടിക റാങ്ക് പട്ടിക റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം, പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയത് വിദ്യാർത്ഥികളെ തന്നെ വലിയ ആശങ്കയിലാക്കുകയാണ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ സർക്കാരിന് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് ഈ പ്രോസ്പെക്ടസ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ഇത്തരത്തിൽ മാറ്റം വരുത്താൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് എന്നൊരു കാര്യം അതിനകത്ത് തന്നെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ പറഞ്ഞത് പ്രകാരം സർക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ഭേദഗതി നടത്തിയത് അത് കോടതിയിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല. ഈ 1 മണിക്കൂർ മുമ്പ് മാത്രം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്തു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് സിംഗിൾ ബെഞ്ച് ഉയർത്തിയത്. സ്വാഭാവികമായും അത് ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സർക്കാർ അപ്പീൽ പോവുകയാണ്. മാത്രമല്ല 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ വാദമായി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് വരുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യാൻ റൈറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് നേരത്തെ തന്നെ ഡിക്ലെയർഡ് ആണ്. അത് അങ്ങനെ ഒരു വശം അതിനകത്ത് കിടപ്പുണ്ട്. 2, ഈ സമയത്ത് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിനനുസരിച്ച് അത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഡ്മിഷൻ നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു തീരുമാനപ്രകാരം മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അത് മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഒപ്പിടുകയും ഒക്കെ ചെയ്ത് അംഗീകാരം ലഭിച്ച ശേഷം നേരത്തെ തന്നെ നിക്ഷിപ്തമായ റൈറ്റ് പ്രകാരം സർക്കാർ നടപടികളിലേക്ക് പോകുന്നു. അത് ഗവൺമെന്റ് ഓർഡർ ഉൾപ്പെടെ ഉള്ളത് കൊണ്ടാണ്. അതിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങളെ, അഡ്മിഷൻ നടപടിക്രമങ്ങളെ ഉൾപ്പെടെ അത് ബാധിക്കും. മാത്രമല്ല രണ്ടാമതൊരു തവണ ഇനി ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക ഉൾപ്പെടെ അങ്ങനെ പുനഃക്രമീകരണം നടത്തുമ്പോൾ വലിയ കാലതാമസം വിദ്യാർത്ഥികളുടെ കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അപ്പീൽ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കും. മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.